CC മുകുന്ദനെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നു BJP എന്നതാണ്. അല്പസമയത്തിനകം തന്നെ CC മുകുന്ദൻ മാധ്യമങ്ങളെ കാണുമെന്ന വിവരം വരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിശദാംശങ്ങൾ. ശ്രീജിത്ത്, BJP സ്ഥാനാർത്ഥിയാവുകയാണ് നാട്ടികയിൽ CC മുകുന്ദൻ, നമുക്ക് ഉറപ്പിക്കാമോ? അനുജ, ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഉറപ്പിക്കാവുന്നതാണ്. CC മുകുന്ദൻ CPIയുടെ നാട്ടിക MLA BJP ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു. BJP വാഹനത്തിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും CC മുകുന്ദൻ അല്പസമയത്തിനകം തന്നെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പിൽ അദ്ദേഹം അല്പസമയം മുൻപ് അത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിനിധി അത് തൃശ്ശൂരിൽ വെച്ച് വാർത്താ സമ്മേളനം നടത്തുമെന്നായിരുന്നു. അത് എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ BJP ഓഫീസിലേക്ക് CC മുകുന്ദൻ വാഹനത്തിൽ എത്തി എന്നാണ്. അത് BJP വാഹനത്തിലാണ് CC മുകുന്ദൻ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ CC മുകുന്ദൻ വ്യക്തമാക്കിയിരുന്നത് താൻ വൈകുന്നേരത്തോടുകൂടി നിലപാട് പ്രഖ്യാപിക്കുമെന്നായിരുന്നു. സ്വാഭാവികമായി ഈ നിലപാട് പ്രഖ്യാപനം ഇത്തരത്തിൽ BJPയിലേക്കാണ് എന്ന സൂചന നമ്മൾ തന്നെയായിരുന്നു ആദ്യം ബ്രേക്ക് ചെയ്തത്. അത് കൃത്യമായ രീതിയിൽ പറഞ്ഞു വെച്ചിരുന്നത് BJPയുടെ നേതാവായിരുന്ന മുൻ CPI നേതാവ് അജിത്ത് ഇത്തരത്തിൽ സന്ദർശനം നടത്തിയെന്ന തരത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും BJP ഓഫീസിലേക്ക് CC മുകുന്ദൻ എത്തുന്നുവെന്ന് മനസ്സിലാക്കുന്നു. BJP ഓഫീസിൽ AN രാധാകൃഷ്ണൻ ഒന്നിച്ചായിരിക്കും വാർത്താ സമ്മേളനം എന്നാണ് മനസ്സിലാക്കുന്നത്. BJPയുടെ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ഇക്കാര്യത്തെ കുറിച്ച് പൂർണ്ണമായ അപ്ഡേറ്റ് നമുക്ക് നൽകാനാകും. എന്തായാലും BJP സ്ഥാനാർത്ഥിയായി CC മുകുന്ദൻ വരാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. എന്തായാലും BJP നേതാവ് AN രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനം നടക്കുകയാണ് അല്പസമയത്തിനകം. ശ്രീജിത്ത്, നേരത്തെ ശ്രീജിത്ത് തന്നെ ബ്രേക്ക് ചെയ്ത വാർത്ത, നമ്മളാണ് ആ വാർത്ത ആദ്യം പുറത്തുവിട്ടത്. അദ്ദേഹം K അജിത്ത് CC മുകുന്ദനുമായി സംസാരിച്ചു എന്നുള്ളതാണ്. വൈക്കത്തെ മുൻ MLA ആണ് BJPയിലേക്ക് പോയ K അജിത്ത്. അദ്ദേഹമാണോ ഇതിലേക്ക് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അതിന് മുൻകൈ എടുത്തത്? അദ്ദേഹമാണോ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്? തീർച്ചയായും അദ്ദേഹം തന്നെയാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. അല്പസമയം മുൻപാണ് CC മുകുന്ദൻ BJP വാഹനത്തിൽ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പത്രസമ്മേളനം 1 മണിക്ക് തൃശ്ശൂരിൽ എന്ന ഒരു അപ്ഡേറ്റ് മാത്രമാണ് CC മുകുന്ദൻ നൽകിയിരുന്നത്. സ്വാഭാവികമായി അത്തരത്തിൽ CC മുകുന്ദൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ കിട്ടിയൊരു ലോട്ടറിയാണ്. കോൺഗ്രസ് ഒരു കാരണവശാലും CC മുകുന്ദനെ പിന്തുണയ്ക്കില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. CPIക്കും ഒരു പരിധിവരെ അല്ലെങ്കിൽ LDF ആശ്വാസകരമായ കാര്യമാണ്. മുകുന്ദൻ LDF ക്യാമ്പിലെ വോട്ടുകൾ പുറത്ത് സ്വതന്ത്രമായി നിന്ന് പിടിക്കുകയാണെങ്കിൽ അത് LDF സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഗീതാ ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളിയാകും. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അവരുടെ വോട്ടുകൾ ഏകീകരിക്കാൻ കൃത്യമായ രീതിയിൽ കഴിയും. CPIയുടെ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയും, CPIയുടെ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയും. അത് പുറത്തേക്ക് പോകില്ല. മുകുന്ദൻ ഒരു BJP സ്ഥാനാർത്ഥിയായി മാറിക്കഴിഞ്ഞാൽ എന്നതാണ് ഏറ്റവും ഒടുവിൽ അവരും കണക്കൂട്ടുന്നത്. എന്തായാലും CC മുകുന്ദൻ BJPയിലേക്ക് എന്ന സൂചന തന്നെയാണ് നൽകുന്നത്. 1 മണിക്ക് നിർണായക വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാനാകൂ. അനുജ, ശ്രീജിത്ത്, ഇതിലിപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് UDFന്റെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമെന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ കൈവിട്ടു എന്ന വാർത്ത നമ്മൾ അതും നൽകിയതാണ്. മത്സരിക്കട്ടെ, സ്വതന്ത്രനായി കരുത്ത് തെളിയിക്കട്ടെ, ഭരണത്തിലേക്ക് എത്തിയാൽ പരിഗണിക്കാം എന്നൊരു കാര്യം. പക്ഷേ അതിൽ അദ്ദേഹം തൃപ്തനായിരുന്നില്ല, അല്ലേ? തീർച്ചയായും അത് തന്നെയായിരുന്നു. ഭരണത്തിലെത്തിയാൽ തങ്ങൾ അദ്ദേഹത്തെ പരിഗണിക്കുമെന്നായിരുന്നു കൊടുത്ത ഒരു ഉറപ്പ് CC മുകുന്ദന്. പക്ഷേ അതിൽ തൃപ്തനായില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത് ദേശീയ നേതാക്കളടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. CPIയിൽ നിന്ന് BJPയിലേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. 24 ബ്രേക്ക് ചെയ്യുകയാണ്. CC മുകുന്ദൻ BJPയിലേക്ക് എന്നതാണ്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ഉണ്ടാകും. നാട്ടികയിൽ സിറ്റിംഗ് MLA ആണ് CC മുകുന്ദൻ. അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടത്തുന്നു. അദ്ദേഹം BJP അംഗത്വമെടുക്കും, BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചനയാണ് വരുന്നത്. AN രാധാകൃഷ്ണൻ അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിനൊപ്പം CC മുകുന്ദനും ഉണ്ടാകുമെന്നതിന്റെ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം BJP ഓഫീസിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയ വിവരം. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പ്രഖ്യാപനം. എന്നാൽ കോൺഗ്രസ് അദ്ദേഹത്തെ കൈവിടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. അത്തരത്തിലേക്ക് ഒരു പിന്തുണ കൊടുത്താൽ അത് LDFന് മുതൽക്കൂട്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വിലയിരുത്തലായി വന്നത്. അതുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ച് തന്റെ കരുത്ത് തെളിയിച്ച് വിജയിച്ചു വന്നാൽ അദ്ദേഹത്തെ ഒപ്പം കൂട്ടാം എന്നൊരു വാഗ്ദാനമാണ് UDFന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിൽ CC മുകുന്ദൻ തൃപ്തനല്ല എന്നതാണ്. തുടർന്നാണ് BJPയുടെ നീക്കങ്ങൾ. അതിൽ അവരുടെ തന്നെ CPIയുടെ തന്നെ മുൻ MLA നേതാവൊക്കെ ആയിരുന്ന K അജിത്ത്, അദ്ദേഹം അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് BJPയിലേക്ക് പോയത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. അത് 24 ബ്രേക്ക് ചെയ്യുകയാണ്. CC മുകുന്ദൻ BJP സ്ഥാനാർത്ഥിയാകും നാട്ടികയിൽ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.